ആന്റണി വർഗീസ് ചിത്രം കാട്ടാളൻ മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക്. മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളന് പാക്കപ്പ് 140 ദിവസത്തെ ഷെഡ്യൂളിന് ശേഷമാണ് ചിത്രത്തിന്റെ പാക്കപ്പ് പ്രഖ്യാപിച്ചത്. മാർക്കോ പോലെ ഹെവി വയലൻസ് വേണമെങ്കിൽ അതുക്കും മേലെ 140 ദിവസത്തെ കഠിനമായ പോരാട്ടം. പെപ്പയുടെ കാട്ടാളൻ പാക്കപ്പായി കഴിഞ്ഞു. മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച പോൾ ജോർജ് സംവിധാനം ചെയ്ത കാട്ടാളൻ. ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് എന്ന വിശേഷണവുമായി മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് പെപ്പയുടെ കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പ, ദുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ ഈ ചിത്രം 140 ദിവസത്തെ ഷെഡ്യൂളിനു ശേഷമാണ് ഇപ്പോൾ പാക്കപ്പ് പ്രഖ്യാപിച്ചത്. തായ്ലാന്റിൽ ചിത്രീകരണം ആരംഭിച്ച ഈ ചിത്രം പിന്നീട് ഇടുക്കി, തേനി, പൂനെ, ചെന്നൈ, രാമേശ്വരം, മുംബൈ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം നടത്തിയത്. ചെന്നൈയിലെ ലൊക്കേഷനിൽ വെച്ചാണ് ഫുൾ പാക്കപ്പ് ആയത്. ഈ വർഷം മെയ് മാസത്തിൽ തന്നെ ചിത്രം റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുന്ന തരത്തിൽ ആക്ഷൻ രംഗങ്ങൾ കോർത്തിണക്കിയ ചിത്രത്തിന്റെ ടീസർ അത്രത്തോളം പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന സംഘടനാ രംഗങ്ങളായിരിക്കും ഈ ചിത്രത്തിൽ ഉണ്ടാകുകയെന്ന സൂചനകളായിരുന്നു ടീസർ നൽകിയത്. ചിത്രത്തിലെ നായകൻ ആന്റണി വർഗീസ് ആനയുമായി ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ അവിശ്വസനീയമായ പൂർണ്ണതയോടെയാണ് ഒരുക്കിയത്. VFX ഉപയോഗിക്കാതെ യഥാർത്ഥ ആനയെ ഉപയോഗിച്ചാണ് ഈ സംഘടനാ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ആന്റണി വർഗീസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ സമ്മാനിക്കുന്ന ചിത്രമായി കാട്ടാളൻ മാറുമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് ടീസറും നൽകുന്നത്. ബ്രഹ്മാണ്ഡ റിലീസായി മെയ് 14-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. കൂടാതെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് ഡീലുകളിലൊന്ന് ഇതിനോടകം തന്നെ സിനിമ സ്വന്തമാക്കി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. വമ്പൻ സാങ്കേതിക മികവോടെയും വലിയ മുതൽ മുടക്കിലുമാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. അതിനാൽ തന്നെ അത്രത്തോളം പ്രാധാന്യമുണ്ട് ചിത്രത്തിന്റെ റിലീസിനും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മികച്ച സാങ്കേതിക വിദഗ്ധരുടെ ഒരു കൂട്ടം ആളുകൾ ഈ ചിത്രത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട്. മാത്രമല്ല, മലയാളം ഇന്നേ വരെ കാണാത്ത ബ്രഹ്മാണ്ഡ പൂജാ ചടങ്ങോടെയായിരുന്നു കാട്ടാളൻ സിനിമയുടെ പൂജ കൊച്ചിയിൽ നടന്നത്. അന്നേ ആരാധകരും സിനിമാ ലോകവും ഉറപ്പിച്ചു ഇത് വമ്പൻ ഹിറ്റായി മാറുമെന്ന്. ചിത്രത്തിൽ പെപ്പ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത്. എന്തായാലും ചിത്രത്തിനായി മെയ് മാസം വരെയുള്ള കാത്തിരിപ്പ് തന്നെയാണ്. മാർക്കോ പോലെ ഹെവി വയലൻസ് ഉള്ള കാട്ടാളൻ എത്രത്തോളം ആരാധകർക്കിടയിൽ വിജയം കൊയ്യും എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.